സാറ് സിറ്റുവേഷൻ ഇപ്പോൾ റെസ്ക്യൂ മുന്നോട്ട് പോകുന്നു. അതെ ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജില്ലാ ഭരണകൂടവും പോലീസ്, ഫയർഫോഴ്സ്, പിന്നെ മറ്റേ വോളണ്ടിയർമാർ എല്ലാവരും കൂടിയിട്ട് ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് നീക്കി ഈ റോഡ് ക്ലിയർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഹോസ്പിറ്റലിൽ ഇഞ്ചൂർഡായിട്ട് കുറച്ച് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവർക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 3 ബോഡിയിൽ നമുക്ക് കിട്ടി. ഇതുവരെ 3 ബോഡിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. 3 പേരാണ് അവരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അവർ കണ്ടറിയാനായിട്ടും ബാക്കി എത്ര പേരാണ് ഇവിടെ ഇതിനകത്ത് ഈ മണ്ണിനകത്ത് പട്ടുകിടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റെസ്ക്യൂ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കൺഫർമേഷൻ ഇല്ലായിരിക്കുമല്ലോ എത്ര മിസ്സിംഗ് ആണ് എന്ന കാര്യത്തിൽ ഒരു മസ്റ്ററിംഗ് ഒന്നും കൃത്യമായി നടന്നിട്ടില്ലായിരുന്നു. അതെ, ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ. ഓക്കെ, ഇത് ഒരു കമ്പനി, കരാറെടുത്ത കമ്പനി അവരുടെ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിട്ട് പറയുന്നുണ്ട്. എത്ര പേര് ഇന്ന് ജോലിയിലുണ്ടായിരുന്നത് രാവിലെ, അതിൽ എത്ര പേര് മിസ്സിംഗ് ആണ്, ആ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പ്രാഥമിക വിവരങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സ്റ്റേഡേഴ്സ് അങ്ങനെ പുറത്തുനിന്നുള്ള നാട്ടുകാർ, ലോക്കൽ ആൾക്കാർ, ടൂറിസ്റ്റ് അങ്ങനെ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഏകദേശം കൺഫേം ആയിരുന്നു. ഇല്ല, ഇതുവരെ നമുക്ക് 3 ബോഡിയില്ല കിട്ടിയിരിക്കുന്നത്. അവർ ഇവിടത്തെക്കാരല്ല, അവർ വേറെ സംസ്ഥാനത്തുകാരാണ്. ഇവിടെ ലോക്കലായിട്ട് ഒരു നമ്മളുടെ സബ് ഇൻസ്പെക്ടർ ഒരു ഉദ്യോഗസ്ഥരുണ്ട്, സന്തോഷ്. ഈ റെസ്ക്യൂ ചെയ്യാൻ വന്നപ്പോൾ ചെറിയ പരുക്ക് പറ്റി അദ്ദേഹം ചികിത്സയിലാണ്. ഇവിടെ നാട്ടുകാരായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ സമയം ഇത് അടിച്ചുകൊണ്ട് പോകുന്ന സമയത്തുള്ള പരുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും വിംസ് ഹോസ്പിറ്റലിലാണ് എല്ലാവരും ചികിത്സയിലുള്ളത്. ബാക്കി ഈ തൊഴിലാളികളുടെ സൈഡിൽ ഒരു 7 പേര് ഹോസ്പിറ്റലിലുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ മണ്ണ് നീക്കം ചെയ്യലാണ് ആദ്യത്തെ വലിയ. ആദ്യം നമുക്ക് ഈ സംഭവം മണ്ണ് നീക്കം ചെയ്തിട്ട് ഈ മണ്ണിനുള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അവരെ രക്ഷിക്കാനുള്ള ഏർപ്പാട്, രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റേ ഈ മരിച്ച ആളുകളുടെ മറ്റേ ഇൻക്വസ്റ്റും അവർ യാറിന് ഐഡന്റിഫിക്കേഷനും അതിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ നമ്മൾ പാരലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാക്കി പരുക്ക് പറ്റിയ ആളുകൾക്ക് ചികിത്സ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ അപ്പുറത്തെ ഈ റോഡിന്റെ അപ്പുറത്തേയും കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വേഗം റോഡ് ക്ലിയർ ചെയ്ത് കൊടുത്ത് അവർക്ക് പോകാൻ വരാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും DIG കാർത്തിക്കാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. കാരണം വളരെ വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. മണ്ണ് നീക്കം ചെയ്ത ആളുകളെ പുറത്തേക്ക് എത്തിക്കുക എന്നതാണ്, അല്ലെങ്കിൽ ഇനിയും ആ മണ്ണിനടിയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. 3 മരണങ്ങൾ ഔദ്യോഗികമായി ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഏതാണ്ട് 5 പേരാണ് ഇപ്പോൾ അവിടെ കുരുങ്ങിക്കിടക്കുന്നതെന്നൊരു കണക്കാണ് ഉള്ളത്. പക്ഷേ ആ ഒരു ഔദ്യോഗികമായ കണക്കായി അദ്ദേഹം പറയുന്നില്ല. കാരണം അതിൽ വിശദമായ ഒരു പരിശോധന പോലീസിന് നടത്തേണ്ടതുണ്ട്. കാരണം ഈ മസ്റ്റർ റോൾ അടക്കം പരിശോധിക്കണം, അല്ലെങ്കിൽ കമ്പനി ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിലൊരു ചർച്ച നടത്തിയിട്ട് വേണം ആരൊക്കെ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന കാര്യത്തിലൊരു ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നു. മണ്ണിടയിൽ ഇനിയും ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നു എന്നാണ് അദ്ദേഹം കാർത്തിക് നമ്മളോട് പറഞ്ഞത്. എന്തായാലും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ട്. താമസിയാതെ മന്ത്രിമാർ സ്ഥലത്തെത്തും. ഫയർഫോഴ്സിന്റെയും NDRFിന്റെയും ആളുകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, പ്രാദേശിക ഭരണകൂടങ്ങളിലെ ആളുകളുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. എല്ലാവരും ഈ ഭാഗത്തുണ്ട്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ സംസാരിച്ചിട്ടാണ് ഇവിടെ കുടുങ്ങിയ ആളുകളെ മറുവശത്തേക്ക് കടത്തിവിട്ടത്. മറുവശത്ത് കുടുങ്ങിയ ആളുകളെ നേരത്തെ പുറത്തേക്ക് എത്തിച്ചിരുന്നു. അതായത് മേപ്പാടി ഭാഗത്തു നിന്നും മറ്റുമൊക്കെ കള്ളാടി ഭാഗത്തേക്ക് ജോലിക്കായി പോയ ആളുകളെ അവിടെ നിന്ന് തിരിച്ചെത്തിയിരുന്നു. അവിടെ കുടുങ്ങിയ ആളുകളെ മറുവശത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള ജോലികളും പുരോഗമിക്കുകയാണ്. എന്തായാലും വിശദമായി തന്നെ DIG കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ആളുകളെ ഇനിയും കുരുങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ദുരന്ത സമയത്ത് കണ്ടതാണ് ഒരു നാട് എങ്ങനെ കൈകോർക്കുന്നു എന്നത്. സമാനമായ നിലയിൽ അവിടെ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളെ നമുക്കവിടെ കാണാം. അതൊക്കെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ അധികാരികൾ അറിയിക്കുന്നതനുസരിച്ചുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നു. അവർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.